അടുത്ത സെക്ഷൻ ട്രയാങ്കിൾ ഡിവിഷൻ. ഇവിടെ ഒരു ട്രയാങ്കിളിന് ബേസിന് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര പാരലൈൻസ് ആയി? 3 പാരലൈൻസ്. ഒന്ന് ഇതിൻ്റെ ബോട്ടം സൈഡ്, പിന്നെ ആ ബോട്ടം സൈഡിന് പാരലായിട്ട് 2 ലൈൻസ് കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു 3 പാരലൽ ലൈൻസ്, 2 അതിലധികമോ പാരലൽ ലൈൻസ് ഏതൊരു ലൈനിനെയും കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും. ഫിഗറിൽ എന്തേ ഉള്ളായിരുന്നു? ഈ ബോട്ടം സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഈ മൂന്നാമത്തെ പാരലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമാജിൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ജനറലായിട്ട് എന്തോ പറയാം, ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദി സൈഡ്സ് കട്ട്സ് ദി അതേഴ്സ് 2 സൈഡ്സ് ഇൻ സെയിം റേഷ്യോ. ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡിന് പാരലലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ ഈ ലൈൻ ബാക്കി 2 സൈഡിനെയും കട്ട് ചെയ്യുന്നത് ഒരേ റേഷ്യോയിലായിരിക്കും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ബോട്ടം സൈഡിന് പാരലലായിട്ടൊരു ലൈൻ തന്നിട്ടുണ്ട്. ഈ ലൈൻ ഈ ലെഫ്റ്റ് സൈഡ് എത്ര? 6 സെൻറ്റിമീറ്റർ ആണ്. ഈ 6 സെൻറ്റിമീറ്റർ ഉള്ള ലൈനിന് 2 സെൻറ്റിമീറ്റർ ഇവിടെ എത്ര ആയിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്നാലും 6 ആകത്തുള്ളൂ. 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എന്ന് കട്ട് ചെയ്യുന്നു. റൈറ്റ് സൈഡ് ഈ ലൈനിൻ്റെ ലെങ്ത് എത്രയാണ്? 4.5 സെൻറ്റിമീറ്റേഴ്സ്. അത് നമ്മൾ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൻ്റെ റേഷ്യോ എന്തുവാ? ലെഫ്റ്റ് സൈഡിന് ഈ പാരലൽ ലൈൻ കട്ട് ചെയ്തേക്കുന്ന റേഷ്യോ ഇനി റൈറ്റ് സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിനെ കട്ട് ചെയ്യുന്ന അതേ റേഷ്യോയിലായിരിക്കും റൈറ്റ് സൈഡിനെയും കട്ട് ചെയ്യുന്നത്. അന്നേരം റൈറ്റ് സൈഡിലുള്ള റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? 1:2 തന്നെയായിരിക്കും. നമുക്കിവിടെ എന്തോ കിട്ടി? റൈറ്റ് സൈഡിൻ്റെ റേഷ്യോയും ഈ 1:2 തന്നെയാണ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ട? ഈ റൈറ്റ് സൈഡിലെ ഈ 2 പാർട്ടിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കണം. ഇത് ഷോർട്ടർ പീസും ഇത് ലോങ്ങർ പീസ്, ഇത് ചെറിയ പീസ്, ഇത് വലിയ പീസ്. ഇനി ഷോർട്ടർ പീസ് വേണം. ഷോർട്ടർ പീസ് ആകുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര? 4.5 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമ്മൾ 4.5 ഇൻറ്റു ഇവിടുത്തെ റേഷ്യോ 1:2 അല്ലേ? 1 അല്ലേ ഈ ചെറിയ പാർട്ട്? 1 ബൈ ഈ 1 + 2 3. 4.5 ഇൻറ്റു 1/3. 4.5/3 എന്ന് വരുമ്പോൾ എത്ര വരും? 1.5 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇതാണ് ലെങ്ത് ഓഫ് ഷോർട്ടർ പീസ്. ഇനി നമുക്ക് ലെങ്ത് ഓഫ് ലോങ്ങർ പീസ് കണ്ടുപിടിക്കണം. ഇനി ലോങ്ങർ പീസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ 4.5 ഇൻറ്റു 1:2 അല്ലേ? 1 എടുത്തു. ഷോർട്ടർ പീസിന് 1 എടുത്തു. ഇനി എന്തുകൊണ്ട്? 2/3 എന്തോ കിട്ടും? 4.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 9. 9/3 എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത് ചെറിയ പാർട്ടിൻ്റെ ലെങ്ത്ത് 1.5ഉം വലിയ പാർട്ടിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ എന്നും കിട്ടി. ഇനി എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ സൈഡ് കട്ട്സ് ദി അതർ 2 സൈഡ്സ് ഇൻറ്റു ദി സെയിം പാർട്സ്. നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഈ 7 സെൻറ്റിമീറ്ററിന് പാരലായിട്ടുള്ള ഈ ലൈൻ ഈ 2 സൈഡിനെയും ഒരേ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ചെറിയ പാർട്സ് എന്തുവാ? 1/3 ആണ്. ഈ സൈഡിൻ്റെ 1/3 പാർട്സ് ആണ്. അതുപോലെ ഈ സൈഡിലെ ചെറിയ പാർട്ടും ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ 1/3 പാർട്ടാണ്. ഇവിടുത്തെ വലിയ പാർട്ട് ടോട്ടൽ ലെങ്ത്തിൻ്റെ 2/3 പാർട്സ് ആണ്. ഇവിടുത്തെ വലിയ പാർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ സൈഡിൻ്റെ 2/3 പാർട്സ് ആണ്. അതാണ് സെയിം പാർട്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനെ ജനറലായിട്ട് പറഞ്ഞേക്കുക. ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് ടോട്ടൽ എ ആണ്. അതിനെ പി എന്നും ക്യൂ എന്നും ഡിവൈഡ് ചെയ്തേക്കുന്നു. ഈ സൈഡ് ഫുള്ള് ബി ആണ്. അതിനെ ആർ എന്നും എസ് എന്ന് ഡിവൈഡ് ചെയ്തേക്കുന്നു. ഈ പി ബൈ ടോട്ടൽ, അതായത് പി ബൈ എ ആയിരിക്കും ഇവിടെ R/B. അതുപോലെ ക്യൂ ബൈ എ ആയിരിക്കും S/B. ഒരേ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് ജനറലായിട്ട് കാണിച്ചേക്കുക. അടുത്ത നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിനെ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എന്നും റൈറ്റ് സൈഡിനെ 2.5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ എന്നും ഡിവൈഡ് ചെയ്തേക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. ഇവിടുത്തെ റേഷ്യോ എന്താണ്? 2:4. ഈ 2:4ന് നമുക്ക് 1:2 എന്ന് എഴുതിക്കൂടെ? അതുപോലെ ഇവിടുത്തെ റേഷ്യോ എന്താണ്? റൈറ്റ് സൈഡിലെ റേഷ്യോ
2.5:5 ആണ്. ഈ 2.5:5 നമുക്ക് എങ്ങനെ എഴുതാം? 25:50 എന്ന് എഴുതാം. അത് വീണ്ടും 1:2 എന്ന് വരും. അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ മതി, ഡയറക്റ്റ് എഴുതാം. 2.5 എന്ന് പറയുന്നത് 5ൻ്റെ നേരെ പകുതിയല്ലേ, നേരെ 1:2 തന്നെയാണ് റേഷ്യോ. ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. നമുക്ക് രണ്ട് സൈഡിനെയും ഏത് റേഷ്യോയിലാണ് അവർ പോയിൻ്റ് ഇട്ട് വെച്ചേക്കുന്നത്? 1:2 എന്നുള്ള റേഷ്യോയിലാണ് പോയിൻ്റ് ഇട്ട് വെച്ചേക്കുന്നത്. അതായത് ഞാൻ ഈ ബേസ് ലൈന് പാരലായിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പോയിൻറ്റിൽ കൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ബേസിന് പാരലായിട്ട് ഈ പോയിൻറ്റിൽ കൂടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതെന്തോ ആയാലും റൈറ്റ് സൈഡിൽ ലൈൻ എങ്ങനെയായിരിക്കും കട്ട് ചെയ്യുന്നത്? 1:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അന്നേരം ഈ വരയ്ക്കുന്ന ലൈൻ ഇതിലേക്കൂടെ പാസ് ചെയ്തേ പറ്റുള്ളൂ, ഈ തന്നേക്കുന്ന ഈ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് എന്തോ പറയാം? ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡിവൈഡിങ് 2 sides in the same ratio ഈസ് പാരലൽ ടു ദി തേർഡ് സൈഡ്. ട്രയാങ്കിളിലെ 2 സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ലൈൻ അതിൻ്റെ മൂന്നാമത്തെ സൈഡിന് എന്തായിരിക്കും? പാരലലായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സൈഡിന് പാരലലായിട്ടൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് ബാക്കി 2 സൈഡിനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇതേ കൺസെപ്റ്റ് നമ്മൾ തിരിച്ച് പറയുമ്പം എങ്ങനെ കിട്ടും? 2 സൈഡിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലലായിരിക്കും. ഇൻ ദി പിക്ചർ ബിലോ ദി ഗ്രീൻ ലൈൻ ഈസ് പാരലൽ ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി ബ്ലൂ ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദി ലെങ്ത്സ് ഓഫ് ദി പീസസ് ഇൻ ടു വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദി ലെഫ്റ്റ് സൈഡ്. ഈ ഗ്രീൻ ലൈൻ ഈ റൈറ്റ് സൈഡിന് പാരലലാണ്. ഇവിടെ ഈ ബോട്ടം സൈഡിന് ഈ പാരലൽ ലൈൻ കട്ട് ചെയ്യുന്നത് 3 cm 5 cm ആണ്. ഈ ലെഫ്റ്റ് സൈഡിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 6 cm. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിനെ ഈ പാരലൽ ലൈൻ കട്ട് ചെയ്യുന്ന ലെങ്ത്താണ് വേണ്ടത്. ഈ ചെറിയ ലെങ്ത്തും ഈ വലിയ ലെങ്ത്തുമാണ് നമുക്ക് വേണ്ടത്. റേഷ്യോ ഓഫ് ദി ബോട്ടം സൈഡ് എന്ന് പറയുമ്പോൾ ഈ പാരലൽ ലൈൻ ബോട്ടം സൈഡിനെ കട്ട് ചെയ്ത റേഷ്യോ ആണ് അത്. റേഷ്യോ ഓഫ് ദി ബോട്ടം സൈഡ് എന്ന് പറയുമ്പോൾ എന്തോ വരും? 3:5 എന്ന് വരും. ഈ ബോട്ടം സൈഡിനെ കട്ട് ചെയ്യുന്ന അതേ റേഷ്യോയിലായിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡിനെ ഇത് കട്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പഠിച്ച തിയറം അങ്ങനല്ലേ? എന്നാൽ റേഷ്യോ ഓഫ് ദി ലെഫ്റ്റ് സൈഡ് നമുക്ക് ഡയറക്റ്റ് എഴുതിക്കൂടെ? അത് നമുക്ക് റേഷ്യോ കിട്ടി. ഇനി ലെങ്ത് ആണല്ലേ വേണ്ടത്? ടോട്ടൽ ലെങ്ത്ത്. ലെഫ്റ്റ് സൈഡിൻ്റെ ലെങ്ത്ത് എത്ര? 6 cm ആണ്. ലെഫ്റ്റ് സൈഡിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്ര? 6 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഷോർട്ടർ സൈഡ്, അതിൻ്റെ ചെറിയ പീസിൻ്റെ ലെങ്ത്ത് എത്ര ആയിരിക്കും? 6 എപ്പോഴും ടോട്ടൽ ഇൻറ്റു ചെറിയ പീസിൻ്റെ റേഷ്യോ എന്ത് വരും? 3 ആയിരിക്കും വരുന്നത്. 3 by ഈ 3 + 5 അതായത് 8. 6 × 3/8 എന്നായിരിക്കും വരുന്നത്. ആൻസർ 2.25 cm എന്ന് വരും. ഇവിടെ ഷോർട്ടർ പീസിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടി 2.25 cm. ലാർജർ പീസിൻ്റെ കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്നെങ്കിൽ 6 മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ റേഷ്യോ വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ലാർജർ പീസിൻ്റെ ലെങ്ത്തിനെ എങ്ങനെ എഴുതാം? 6 × 5/8. 3:5 അല്ലായിരുന്ന റേഷ്യോ, ഇവിടെ 5/8. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3.75 cm കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി പാരലലോഗ്രാം ABCD, ഈ തന്നേക്കുന്ന ഒരു പാരലലോഗ്രാമാണ് ABCD. ദി ലൈൻ ത്രൂ ദി പോയിന്റ് P ഓൺ AB. ഈ P എന്ന് പറയുന്നത് ABയിലൊരു പോയിൻ്റാണ്. നമ്മൾ ഈ P എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ BCക്ക് പാരലലായിട്ടൊരു ലൈൻ വരച്ചാൽ അത് ACയിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് Q. നമ്മൾ BCക്ക് പാരലലായിട്ട് P എന്നൊരു ലൈൻ വരച്ചാൽ അത് ACയിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് Q. സിമ്പിളായിട്ട് എന്താ പറയാം? PQ എന്താണ്? BCക്ക് പാരലലാണെന്ന് പറയാം. അതുപോലെ ഇവിടെ R, ADയിലൊരു പോയിൻ്റാണ് R. ഇനി ആറിലൂടെ നമ്മൾ ABക്ക് പാരലലായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു, അത് ACയിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്തുവാ? Q. അതിനെ സിമ്പിളായിട്ട് എന്ത് പറയാം? RQ എന്ന് പറയുന്നത് ABക്ക് പാരലലാണ്. ഇവിടെ PQ എന്ന് പറയുന്നത് BCക്ക് പാരലലാണ്. ഇതൊരു പാരലലോഗ്രാം ആയതുകൊണ്ട് ഇത് ADക്കും പാരലലാണ്.
അതുപോലെ ആർ ക്യൂ എന്ന് പറയുന്നത് എ ബിക്കും പാരലലാണ്, സി ഡിക്കും പാരലാണ്. ഇത്ര ഓക്കെ ആണേ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ പി ബൈ പി ബി, എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി. എ പി ബൈ പി ബി എന്നുള്ളത് എ ആർ ബൈ ആർ ഡി ആണെന്ന് പ്രൂവ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, എ പി ബൈ എ ബി ടോട്ടൽ ഈക്വൽ ടു എ ആർ ബൈ എ ഡി, അതിൻ്റെയും ടോട്ടൽ. ഇത് രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള. നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. നമ്മൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എ ബി സി എന്ന് പറയുമ്പം ഏതാ? ഇതാണ് എ ബി സി. ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം പി ക്യു എന്താണ്? ബി സിക്ക് പാരലലാണ്. നമുക്ക് എങ്ങനെ എഴുതാം? എ പി ബൈ പി ബി എന്ന് പറയുന്നത് എ ക്യു ബൈ ക്യു സി എന്ന് എഴുതിക്കൂടെ? നമ്മൾ പഠിച്ചിട്ടുള്ള അങ്ങനെയല്ലേ? ഈ പാരലൽ ലൈൻ രണ്ട് സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അതായത് എ പി ബൈ പി ബി ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി എന്ന് എഴുതാം. അതുപോലെ ഞാൻ അടുത്ത ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്യുന്നു. അടുത്ത ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്യുമ്പോഴും എനിക്ക് എന്ത് എഴുതാം? ആർ ക്യു സി ഡിക്ക് പാരലലാണെന്ന് എഴുതാം. അതിനകത്ത് നിന്ന് എനിക്ക് എന്തോ എഴുതാം? എ ആർ ബൈ ആർ ഡി ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി എന്ന് എഴുതാം. മനസ്സിലായോ? നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങൾ തന്നെ എഴുതുന്നത്. എ ബി സി കൺസിഡർ ചെയ്യുമ്പം നമുക്ക് എന്തോ എഴുതാം? പി ക്യു എന്താണ്? നിങ്ങൾ ഫിഗറൂടെ നോക്കിക്കോണം. പി ക്യു എന്താണ്? പാരലൽ ടു ബി സി ആണ്. പി ക്യു പാരലൽ ടു ബി സി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ പി ബൈ പി ബി ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി എന്ന് എഴുതാം. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. ഇനി എ ഡി സി കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ആരൊക്കെയാണ് പാരലൽ? ആർ ക്യു പാരലൽ ടു സി ഡി ആണ്. ആർ ബൈ ആർ ഡി ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി എന്ന് എഴുതാം. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നോക്കിക്കേ. ഇത് രണ്ടിൻ്റെ ആർ എച്ച് എസ് എന്താണ്? ഈക്വൽ ആണ്. ഈ ആർ എച്ച് എസ് ഈക്വൽ ആകുമ്പം എൽ എച്ച് എസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അത് നമുക്ക് എഴുതിക്കൂടെ? ഡയറക്റ്റ് എഴുതിക്കൂടെ? ഫ്രം 1 and 2 നമുക്ക് എന്തോ കിട്ടി? എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി. ഹെൻസ് പ്രൂവ്ഡ്. ഇനി അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ പി ബൈ അതിൻ്റെ ടോട്ടൽ എ ബി ഈക്വൽ ടു എ ആർ ബൈ അതിൻ്റെ ടോട്ടൽ എ ഡി. നമ്മൾ കുറച്ച് മുമ്പേ ഒരു കാര്യം പഠിച്ചായിരുന്നു. എന്തുവാ? ഒരു പാരലൽ ലൈൻ ഇപ്പം നമ്മളിവിടെ എ ബി സി ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുക. അതിൻ്റെ ബി സിക്ക് പാരലായിട്ടുള്ള ലൈനാണ് പി ക്യു. ഈ പാരലൽ ലൈൻ രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുന്നത് ഒരേ പാർട്ടായിട്ടായിരിക്കും നമ്മൾ പഠിച്ചു അല്ലേ? നമ്മളൊരു ഫിഗറും പഠിച്ചായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതിക്കൂടെ? എ പി ബൈ എ ബി ഈക്വൽ ടു എ ക്യു ബൈ എ സി എന്ന് എഴുതാം. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ച കാര്യമാണ്. അതുപോലെ ഈ സെക്കൻഡ് ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്താൽ സി ഡിക്ക് പാരലാണ് ആർ ക്യു. അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? എ ആർ ബൈ എ ഡി ഈക്വൽ ടു എ ക്യു ബൈ എ സി എന്ന് എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ബി സിയിൽ പി ക്യു ആർക്ക് പാരലാണ്? ബി സിക്ക് പാരലാണ്. അതിൽ നിന്ന് നമുക്ക് എ ക്യു ബൈ എ സി ഈക്വൽ ടു എ പി ബൈ എ ബി എന്ന് എഴുതാം. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അടുത്ത ഞാൻ സെക്കൻഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എ ഡി സി.
സെക്കൻഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ ആർ ക്യൂ പാരലൽ ടു സി ഡി ആണ്. ആർ ക്യൂ പാരലൽ ടു സി ഡി ആണ്. അവിടെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എ ക്യൂ ബൈ എ സി ഈക്വൽ ടു എ ആർ ബൈ എ ഡി എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ. ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടും? എ പി ബൈ എ ബി ഈക്വൽ ടു എ ആർ എ ഡി എന്ന് കിട്ടും. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ ബിലോ 2 corners ഓഫ് ദി പാരലലോഗ്രാം ആർ ജോയിൻഡ് ടു ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 sides. ഈ തന്നേക്കുന്നൊരു പാരലലോഗ്രാം ആണ്. ഇവിടെ ഈ കോർണറിൽ നിന്ന് ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലോട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ കോർണറിൽ നിന്ന് ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലോട്ട് ഇങ്ങോട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ എന്തുവാ? ഈ 2 കോർണേഴ്സ് ജോയിൻ ചെയ്ത് ഒരു ലൈനും വരച്ചിട്ടുണ്ട്. ഇത്രയും കാര്യം ഫിഗറിലുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ നടുക്കത്തെ 3 ലൈൻസില്ലേ കട്ട് ചെയ്തേക്കുന്നത്, ഈ ഗ്രീൻ ലൈൻസിൻ്റെ ഈ 3 പാർട്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഞാനിവിടെ ആ ഫിഗർ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പി എന്താണ്? എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ്. അന്നേരം എ പിയും പി ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ക്യൂ സി ഡിയുടെ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ഡി ക്യൂവും ക്യൂ സിയും എന്തായിരിക്കും? ഈക്വൽ ആയി. ഇനി നോക്കിയോ, ഈ എ ബി സി ഡി എന്ന് പറഞ്ഞൊരു പാരലലോഗ്രാം അല്ലേ? അന്നേരം സി ഡിയും എ ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ പി ബിയും ഡി ക്യൂവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് ഈ പി ബി ഡി ക്യൂവിനൊരു പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞു. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വലുമാണ്, പാരലലുമാണ്. ഈ പി ബി ഡി ക്യൂ എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. നമുക്ക് എന്തോ പറയാം? പി ആർ പാരലൽ ടു ബി എസ് ആണ്, ഡി ആർ പാരലൽ ടു ക്യു എസ് ആണ്. എ ബി എസ് എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ, എ ബി എസ് എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇവിടെ ബി എസിന് പാരലാണ് ആര്? പി ആർ. അതിൽ നിന്ന് നമുക്ക് എന്തോ എഴുതാം? എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ എസ് എന്ന് എഴുതിക്കൂടെ? എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ എസ് എന്ന് എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ എ ബി എസ്. ഇവിടെ എന്താണ്? പി ആർ പാരലൽ ടു ബി എസ് ആണ്. അതിൽ നമുക്ക് എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ എസ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി നിങ്ങൾ നോക്കണം, ഈ എ പിയും പി ബിയും എന്താണ്? ഈക്വലാണ്. ഈക്വൽ ആകുമ്പോൾ നമുക്കിതിനെ 1/1 എന്ന് എഴുതാം. കാരണം ഇതിനെ എ പിയും പി ബിയും ഈക്വൽ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഈ റേഷ്യോ തന്നെ ആയിരിക്കത്തില്ലയോ ഇവിടെയും? ഇതും 1:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും എ ആറും ആർ എസും. ഇതിന് ഡയറക്റ്റ് നമുക്ക് എന്തോ എഴുതാം? എ ആർ ഈക്വൽ ടു ആർ എസ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ എസ് നമ്മൾ എഴുതി. എ പിയും പി ബി എന്താണ്? ഈക്വൽ ആണ്. അതിൻ്റെ റേഷ്യോ എന്തോ 1:1. ഈ സെയിം റേഷ്യോ ആയിരിക്കണം ഇവിടെയും കിട്ടേണ്ടത്. അത് നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. സി ഡി ആർ. അടുത്ത സി ഡി ആർ എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഇവിടെ ക്യൂ എസ് ആർക്ക് പാരലലാണ്? ഡി ആറിന് പാരലലാണ്. നമുക്ക് എന്ത് എഴുതാം? ക്യൂ സി ബൈ ഡി ക്യൂ ഈക്വൽ ടു എസ് സി ബൈ ആർ എസ് എന്ന് എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ സി ഡി ആർ. നമ്മൾ സി ഡി ആർ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ക്യൂ എസ് പാരലൽ ടു ഡി ആർ ആണ്. അതിൽ നമുക്ക് എന്ത് എഴുതാം? ക്യൂ സി ബൈ ക്യൂ ഡി ഈക്വൽ ടു എസ് സി ബൈ ആർ എസ് എന്ന് എഴുതാം. ഇവിടെ ക്യൂ സിയും ക്യൂ ഡി ഈക്വൽ ആയിട്ട് അതിൻ്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും?
1:1 ആയിരിക്കും. അന്നേരം SC/RS റേഷ്യോ എന്ത് തന്നെ ആയിരിക്കണം? 1:1 ആയിരിക്കണം. റേഷ്യോ 1:1 കിട്ടണമെങ്കിൽ SCയും RSഉം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്തുവായിരുന്നു? AR = RS. ഇപ്പം എന്ത് കിട്ടി? SC = RS. ഇത് രണ്ടുകൂടെ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? ഫ്രം 1 and 2 എന്ത് കിട്ടി? AR = SC = RS എന്ന് കിട്ടി. ഇതല്ലേ ആ 3 പാർട്ട്? ഈ 3 പാർട്ട് ഈക്വൽ ആണെന്ന് കിട്ടിയില്ലയോ? ആ 3 പാർട്ട് ഏതൊക്കെയാ? AR, RS, SC. ഇത് 3 എന്താണെന്ന് കിട്ടി? നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ ABC, the line parallel to AC through the point P on BC meets AB at Q. ACക്ക് പാരലലാണ് ഈ ഗ്രീൻ ലൈൻ, അതായത് ഈ QP എന്ന് പറയുന്ന ലൈൻ. APക്ക് പാരലലാണ് QR എന്ന് പറയുന്ന ലൈൻ. നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് BP/PC, അതായത് ഈ BP/PC = BR/RP. BP/PC = BR/RP എന്നാണ് കിട്ടേണ്ടത്. ഇത് നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് തന്നെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ABP ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഈ ട്രയാങ്കിളിലെ പാരലൽ ലൈൻസ് ഏതൊക്കെയാണ്? APയും QRും. നമുക്ക് എന്ത് എഴുതാം? BQ/QA = BR/RP എന്ന് എഴുതിക്കൂടെ? BQ/QA = BR/RP എന്ന് എഴുതാം. ആ ഒരു ട്രയാങ്കിൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വലിയ ട്രയാങ്കിൾ ABC മൊത്തം എടുക്കുക. ഈ ABC മൊത്തം എടുക്കാൻ പാരലൽ ലൈൻസ് ഏതൊക്കെയാണ്? ACയും QPയും അല്ലേ? ഇതിൽ നമുക്ക് എന്തെടുക്കാം? BQ/QA = BP/PC എന്ന് കിട്ടും. നമുക്ക് എഴുതി നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ ABP. ആദ്യത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ പാരലൽ ലൈൻസ് ഏതൊക്കെയാണ്? ഇവിടെ RQ ആണ് പാരലൽ ടു AP. RQ പാരലൽ ടു AP. അതിൽ നമുക്ക് എന്തോ കിട്ടും? BQ/QA = BR/RP എന്ന് കിട്ടും. കൺസിഡർ ട്രയാങ്കിൾ ABC. വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവുക. ട്രയാങ്കിൾ ABCയിൽ ആരൊക്കെയാണ് പാരലൽ? അവിടെ പാരലായിട്ടുള്ളത് ACയും PQവാണ്. AC പാരലൽ ടു PQ. അതിൽ നമുക്ക് എന്തോ എഴുതാം? BQ/QA = BP/PC എന്ന് കിട്ടും. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. 2 ഇക്വേഷൻ നിങ്ങൾ നോക്കുക. ലെഫ്റ്റ് സൈഡ് ഈക്വൽ അല്ലേ? റൈറ്റ് സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നമുക്ക് എന്ത് എഴുതാൻ കൺക്ലൂഡ് ചെയ്യാം? ഫ്രം 1 and 2. ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടും? BP/PC = BR/RP എന്ന് കിട്ടും. ഇതിൽ നമുക്ക് കിട്ടാനുള്ളത് ഹെൻസ് പ്രൂവ്ഡ്.